എന്ത് പറഞ്ഞാലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു ഗതികേട് നമുക്ക് ആർക്കും തന്നെ പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല. ദേശീയ തലത്തിൽ പിന്നെ എല്ലാം അവസാനിച്ചു വരികയാണ്. പിന്നെ അവർക്കിപ്പോൾ ഒരു പച്ച തുരുത്തായിട്ട് നിൽക്കുന്നത് കേരളമാണ്. തുടർച്ചയായിട്ടുള്ള പിണറായി വിജയൻ്റെ ഭരണം ജനം മടുത്തു. അതുകൊണ്ട് 2026 അധികാരത്തിൽ വരുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നെഹളിച്ചങ്ങനെ നിന്നത്. ഈ ആലിൻകാ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണെന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അധികാരത്തോടടുക്കുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. അത് അവരുടെ പ്രസ്ഥാനത്തെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിനകത്ത് തന്നെ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ചില വമ്പന്മാരുടെ കളികൾ തന്നെ നടത്തുകയാണ്. മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി പ്രസ്ഥാനം തന്നെ തീയിട്ട് കൊടുക്കുന്ന ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഹൈക്കമാൻഡ് കക്ഷികളൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ഒന്ന് നോക്ക്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒടുവിൽ വന്ന് ബീഹാറിലും ഒക്കെ. ഇവിടൊക്കെ കോൺഗ്രസിന് പറ്റിയത് എന്താണ്? കോൺഗ്രസ് വലിയ തട്ടകമായി കൊണ്ടു നടന്ന ഇടമാണല്ലോ. അവരധികാരത്തിൻ്റെ ഉത്തംഗ ശ്രേണിയിൽ അങ്ങനെ വിരാജിക്കുമ്പോഴാണല്ലോ ഇതെല്ലാം തകർന്നടിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്തായി കോൺഗ്രസിൻ്റെ കാര്യം? ഈ ഉപ്പുവെച്ച കലം പോലെയായി തീർന്നിരിക്കുകയാണ്. കേരളത്തില് ഏറ്റവും അവസാനം വന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിലമ്പൂർ വരെയുള്ള കാര്യങ്ങൾ നോക്ക്. വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് വിജയം കൊയ്തുകൊണ്ടുപോയത്. പിന്നീട് ഇങ്ങോട്ട് ഈ പത്തനംതിട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ ആളാണല്ലോ. ജനമെല്ലാം കണ്ടിട്ടുള്ളത് ചാനൽ ചർച്ചകളിലെ വലിയ വാചക കസർത്തുകളുടെ മാത്രമാണ്. രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർ എന്നാണ്. അല്ലാതെ ചാനലിലിരുന്ന് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ അടുപ്പ് പുകയത്തില്ല. ഇത് വലിയ സൂട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ വലിയ വാചക കസർത്ത് കാണിച്ചുകൊണ്ട് നിലനിൽക്കുക മാത്രമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുള്ളത്. പത്തനംതിട്ടയിൽ തന്നെ ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM-നെ പ്രതിരോധത്തിലാക്കാവുന്ന പല പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പോലും, പത്തനംതിട്ട ജില്ലയെമ്പാടും ആ നരബലിയൊക്കെ നടക്കുന്ന സമയത്ത് പോലും ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ സാധനം അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും സ്റ്റുഡിയോയ്ക്കകത്തിരുന്ന് വാചക കസർത്ത് നടത്താൻ മാത്രമുള്ള കഴിവേ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ഈ രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണ് പാലക്കാട് വന്ന് സ്ഥാനാർത്ഥിയായത്? അത് ഈ ഷാഫി പറമ്പിലെ ഒരാശ്രിതനാണ്. ഷാഫി പറമ്പിലിൻ്റെ പറമ്പിലെ കുടികിടപ്പുകാരൻ എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ ഷാഫി പറമ്പിലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുപോയി അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അവിടെ എന്തായാലും കേരളത്തിലെമ്പാടും ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. പിന്നെ പാലക്കാട് സീറ്റ് അത് സിറ്റിങ്ങുമാണ് എന്നുള്ളത് കൊണ്ടും മാങ്കൂട്ടം ആ യുവത്വത്തിൻ്റെ ഒരു പ്രസരിപ്പ് എല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പാലക്കാട് കോൺഗ്രസിനൊരു വലിയ വിജയവും കിട്ടി. അങ്ങനെയുള്ള ഈ രാഹുൽ മാങ്കൂട്ടം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാത്ത ഒരു നേതാവെന്ന് ചമഞ്ഞു നടക്കുന്നു, വാചക കസർത്ത് മാത്രമായിട്ട്. വാചക കസർത്തിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല, സാധാരണ ജനങ്ങളുടെ അടുപ്പും പുകയുന്നില്ല. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വന്ന് ഈ ഇത്തരത്തിലുള്ള യുവാക്കളുടെ ഒക്കെ അണിനിരത്തി അത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ എന്തോ വലിയ ആളാണ് എന്ന് ഭാവിച്ചുകൊണ്ടൊക്കെ വലിയ വിജയത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴാണ് കിടക്കുന്നു ഈ സ്ത്രീ വിഷയത്തിലൂടെ വലിയ പതനം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിക്ക് അകത്ത് നിന്ന് തന്നെ പുറത്താക്കണം. പാർട്ടിക്ക് അകത്ത് നിന്ന് പുറത്താക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ചില
അവരുടെ നിയമാവലി അനുസരിച്ച് മാത്രമേ പറ്റുകയുള്ളൂ. നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കണം, MLA സ്ഥാനം രാജിവെപ്പിക്കണം. ഇതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പലരും രംഗത്ത് വന്നല്ലോ. VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും ജോസഫ് വാഴയ്ക്കനും ഒക്കെ തന്നെ. ഇവരൊക്കെ എടുത്ത തീരുമാനമെന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. ഈ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ്, വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് BJP കൊണ്ടുപോകുമോ എന്ന് അവർ ഭയന്നു. കാരണം BJP ഉടൻ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന തരത്തിൽ മാറ്റിയെടുക്കും എന്ന് കോൺഗ്രസിന് തോന്നി. അങ്ങനെയാണെങ്കിൽ എന്താ, ആയിക്കൊള്ളട്ടെ, അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയുമില്ലായിരുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് അത് പോകില്ലായിരുന്നു. ഇനിയാണെങ്കിൽ പോലും ഈ മാങ്കൂട്ടത്തിൽ നിന്ന് ഇവർക്ക് പുറത്താക്കുകയോ MLA സ്ഥാനം രാജിവെപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവർക്കൊരു ക്ലീൻ ഇമേജ് കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പൊ ഈ BJP കൊണ്ടുപോകുമെന്ന് വിചാരിച്ചാണ് പാലക്കാട് അവർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാതിരുന്നത്. ഇപ്പോ എന്താണ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുമ്പിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വീടുകളിൽ കയറി ഇറങ്ങുമ്പോൾ തലയിൽ മുണ്ടിട്ടുകൊണ്ടാണ് പോകുന്നത്. എന്താണ് പറഞ്ഞു നിൽക്കുക? കോൺഗ്രസിനകത്തുള്ള ഒരു പുങ്കവൻ കാണിച്ച പോഴത്തരത്തിന് ആര് വിശദീകരണം കൊടുക്കും? നാട്ടിലെമ്പാടുമുള്ള കോൺഗ്രസ് ജനപ്രതിനിധികള് എന്ത് പറഞ്ഞ് ജനത്തെ ബോധ്യപ്പെടുത്തും? രാഹുൽ മാങ്കൂട്ടത്തിന് കുറച്ച് പിന്തുണയായിട്ട് KC വേണുഗോപാൽ എന്ന് പറയുന്ന ഈ ഹൈക്കമാൻഡ് ഉണ്ട്. കുറച്ച് സൈബർ ഗുണ്ടകളെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഈ സൈബർ ഗുണ്ടകളെ ഇറക്കി വിടുകയും അതിനോടൊപ്പം തന്നെ സൈബർ ഗുണ്ടകളെ ഇറക്കി വിടുന്നതിന് പിന്നിൽ KC വേണുഗോപാൽ തന്നെയാണ് കളിക്കുന്നതെന്നുള്ളതാണ്. എന്നിട്ട് ഇവരുടെ ഈ ആദ്യം എന്താ, യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് മാറ്റി, പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി. അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് കൊണ്ടുവച്ചവരെ വേറെ എത്രയോ പ്രഗത്ഭരുണ്ടായിരുന്നു ഊത്തന്മാരില്. ആരും കേട്ടിട്ടില്ലാത്ത, പത്രത്തിൽ പടമെടുത്ത് കാണിച്ചാൽ പോലും തിരിച്ചറിയാത്ത ഏതോ ഒരു ഊത്ത് നേതാവിനാണ് എടുത്ത് സ്ഥാനം കൊടുത്തത്. ഇതൊക്കെ KC വേണുഗോപാൽ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? പിണറായി വിജയനും മൂന്നാമതൊരു ഊഴം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിലൂടെ ചെന്നിത്തലയെയും VD സതീശനെയും മുഖ്യമന്ത്രി പദം മോഹിക്കുന്ന പലരെയും വെട്ടിമാറ്റുക എന്നുള്ളതാണ് KC ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതിന് പിന്നിൽ സംസ്ഥാനത്ത് KC വേണുഗോപാലിന്റെ കളിയാണ് നടക്കുന്നത് അത്രേ. ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്ന വേളയില് കോൺഗ്രസിന്റെ അവിടുത്തെ കാര്യങ്ങൾ നോക്കാതെ ഇവിടുത്തെ കാര്യങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു KC വേണുഗോപാല്. ഇപ്പൊ KC വേണുഗോപാലല്ലേ രാഹുൽ ഗാന്ധിയെ വഴിതെറ്റിച്ചുകൊണ്ടിരുന്നത്? പണ്ട് അഹമ്മദ് പട്ടേല് സോണിയാഗാന്ധിക്ക് ഉപദേശം കൊടുത്തു. അതുകൊണ്ട് സോണിയാഗാന്ധി വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ അങ്ങനെ നിന്നു. ഇപ്പോൾ KC വേണുഗോപാൽ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ വഴിതെറ്റിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ കേരളത്തില് മറ്റൊരു തരത്തിൽ നശിപ്പിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ KC വേണുഗോപാൽ മൂന്നാം വട്ടവും പിണറായി വിജയന് അധികാരം വാങ്ങിക്കൊടുക്കുന്നതിൽ സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.